പ്രിയ ബഹുമാനപ്പെട്ട വന്യ ജോസ് കടകംപള്ളി ഉറപ്പിസ്കോപ്പച്ച, പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ച, ഏറ്റവും സ്നേഹമേറിയ കൽവനച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇടവകാംഗങ്ങളെ, സിസ്റ്റർ ലെറ്റീഷ്യയുടെ കുടുംബാംഗങ്ങളായി കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇടവകാംഗമായിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ലെറ്റീഷ്യ SIC നമ്മെ വിട്ടുപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോയിട്ട് ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു. അതിനെ അനുസ്മരിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം ഇടവക ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് അനുസ്മരണം നടത്തുകയാണല്ലോ. തരണത്തിൽ ബഹുമാനപ്പെട്ട ഓറോക്സ്കോ ജോസച്ചൻ സിസ്റ്ററെ കുറിച്ച് ഒരുമാതിരി ഒരു ആശയം നമുക്കെല്ലാം പറഞ്ഞു. പ്രത്യേകിച്ച് പഴയ തലമുറയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എങ്കിലും പുതിയ തലമുറകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛന് അതിൻ്റെ ദൈവശാസ്ത്രപരമായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുവല്ലോ. ബഹുമാന വികാരിയച്ഛൻ സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് സിസ്റ്റർ ലെറ്റീഷ്യ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു കുറച്ചുകൂടെ ജീവചരിത്രപരമായ വിവരങ്ങൾ കൈമാറുന്നതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, സിസ്റ്റർ ലെറ്റീഷ്യ നമ്മുടെ പുത്തൂരെ നമ്മുടെ പുഴയ്ക്ക് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലം തൊട്ട് ഉണ്ടായിരുന്ന കടകംപള്ളി കുടുംബത്തിൽ, വെള്ളായരി കുടുംബത്തിൽ ഗിയോർഗീസിൻ്റെ ശോശാമ്മയുടെയും 3 മക്കളിൽ ഇളയ മകളായിട്ടാണ് ജനിച്ചത്. മൂത്ത സഹോദരി ചിന്നമ്മ മരിച്ചുപോയി. അവരെ പുള്ളിക്കാരി ഞങ്ങളുടെ മാവി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ചിന്നമാവി കരുനാഗപ്പള്ളി കോഴിക്കോട് എന്ന സ്ഥലത്താണ് വിവാഹം കഴിച്ചയച്ചത്. മാവിയുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വന്നിട്ടുണ്ട്, അവരുടെ മരുമക്കളൊക്കെ. അതുപോലെ മറ്റൊരു ഏക സഹോദരൻ നമുക്കറിയാം, ബേബി സാറിനെ പഴയ തലമുറയിലൊക്കെ അറിയാം. ജി ബേബി വെള്ളായി എന്ന് പറയും. ബേബി ചായൻ നമ്മുടെ ഈ സ്കൂളിൽ ദീർഘകാലം അധ്യാപകനായും പ്രധാന അധ്യാപകനുമായിട്ടൊക്കെ ജോലി ചെയ്ത് വിരമിച്ചു. നമ്മുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുണ്ടായിരുന്നു. കമ്മിറ്റി അംഗമായും വിൻസെൻ്റ് പോളല്ല എല്ലാ ഭക്തസംഘടനകളുടെയും എല്ലാം സജീവമായ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയി. ഇളയാളാണ് സിസ്റ്റർ ലെറ്റീഷ്യ. ലെറ്റീഷ്യയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ പുത്തൂർ ഗവൺമെൻറ് LP സ്കൂളിലും നമ്മുടെ LFUP സ്കൂളിലും പാങ്ങോട് സ്കൂളിലുമായിട്ടൊക്കെ പൂർത്തിയാക്കി. 1962 ആദ്യമായിട്ട് നമ്മുടെ ബദിനി സന്യാസ സമൂഹത്തിലേക്ക് ചേരുന്നത്. തുടർന്ന് 1965 ആദ്യ മൃതവാഗ്ദാനം സ്വീകരിക്കുന്നു. ലെറ്റീഷ്യ എന്ന പേര് സ്വീകരിക്കുന്നു. ആദ്യം അത്ര പരിചിതമല്ലാത്ത ഒരു പേരെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു സ്പാനിഷ് രക്തസാക്ഷിയായ ഒരു കന്യകയുടെ ഒരു വിശുദ്ധയുടെ പേരാണ് ലെറ്റീഷ്യ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൻ്റെ അർത്ഥം ജോയ് ഓർ ഗ്ലാഡ്നസ്, സന്തോഷം എന്നാണ് അർത്ഥമെന്നാണ് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനെ നിത്യമൃതവാഗ്ദാനം 1972 പൂർത്തിയാക്കി. സന്യാസ ജീവിതം വളരെ ആത്മാർത്ഥതയോടും കൃത്യനിർവഹണത്തോടും ഒക്കെ നടത്തി വരികയായിരുന്നു. സിസ്റ്ററിൻ്റെ അതോടൊപ്പം തന്നെ സിസ്റ്റർ നമ്മുടെ നേഴ്സറി ട്രെയിനിങ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ കർമ്മ മേഖല വിവിധ മേഖലകളിലായിട്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ വിവിധ മഠങ്ങളിലും അതുപോലെ മിഷൻ പ്രവർത്തനങ്ങളിലും ഇടവക മിഷണറി ആയിട്ടും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഏതാനും 10 സ്കൂളുകളിലോളം സിസ്റ്റർ അധ്യാപികയായിട്ട് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വളരെ ശക്തമായി പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 10-12 ഇടവകകളിൽ മിഷണറിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോർഡിംഗ് മിസ്ട്രസ്, അതുപോലെ ഒരുപാട് മേഖലകളിൽ സിസ്റ്റർ വളരെ സ്തുത്യർഹമായ സേവനം നിർവഹിക്കുകയുണ്ടായി. ഏൽപ്പിച്ച ജോലികളെല്ലാം വളരെ കൃത്യനിഷ്ഠതയോടും കർക്കശത്തോടും കൂടി സിസ്റ്റർ നിർവഹിച്ചു എന്നുള്ളത് പലർ അനുഭവസ്ഥർക്ക് അറിയാം.
ഇത്തരണത്തിൽ സിസ്റ്ററിൻ്റെ ഞാൻ ഈ പറഞ്ഞല്ലോ കാർക്കശവും കൃത്യനിർവഹതയൊക്കെ അതൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ രോഗാവസ്ഥയിലായി. ആ രോഗാവസ്ഥയിലായിട്ട് പോലും അതിനെയെല്ലാം വളരെ ദൈവനിശ്ചയമെന്ന് കണ്ട് വളരെ ദൈവോചിതമായ രീതിയിൽ അതിനെ സമീപിക്കുകയും അതിനെയൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്തു. ഇടയ്ക്ക് ഓപ്പറേഷനൊക്കെ നടത്തി. എങ്കിലും ദൈവനിശ്ചയപ്രകാരം സിസ്റ്റർ 2024 ജനുവരി 11 ആണല്ലോ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇടവകയിൽ നിന്നും ആദ്യമായിട്ട് ഉണ്ടായ സന്യസ്ത ജീവിതത്തിലേക്കുള്ള ദൈവവിളികളാണ് ഒരാളാണ് സിസ്റ്റർ ലെറ്റീഷ്യ. നേരത്തെ ജോസഫ് സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട കാലം ചെയ്ത ഡാനിയൽ അച്ഛൻ്റെ സഹോദരി എൻ്റെ മാമിയും കൂടായ സിസ്റ്റർ മരിയം ഗ്രാസിയാണ് ആദ്യമായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് സിസ്റ്റർ ലൂമിന പോയി. തുടർന്നാണ് തൊട്ടടുത്ത വർഷത്തിന് ഇവർ 2 പോയിന്റ് പറയുകയുണ്ടായല്ലോ. ഇവരൊക്കെ ഈ സന്യസ്ത ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഉറച്ച തീരുമാനത്തോടു കൂടിയായിരുന്നു. അപ്പം അന്ന് നമ്മുടെ ഈ വിചാരിക്കുന്ന സാഹചര്യമല്ല. ഏതാണ്ട് 60 വർഷക്കാലത്തോളമാണല്ലോ ലെറ്റീഷ്യയുടെ 62 വർഷം ലെറ്റീഷ്യ ഈ സന്യസ്ത ജീവിതം കഴിഞ്ഞുകൂടി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 62 വർഷത്തിനുമുള്ള ഒരു കാലഘട്ടം. അപ്പോൾ അത് വളരെ ഉറച്ച തീരുമാനത്തോടുകൂടിയാണ് ഇവരൊക്കെ ഈ സന്യാസ ജീവിതത്തിലേക്ക് ബദലി കടന്നു വന്നത്. ഞാനിപ്പോഴും എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരിയാണല്ലോ ലൂമിന. മഠത്തിൽ ചേരണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ, ഞങ്ങളുടെയൊക്കെ അമ്മ വളരെ അവർക്കൊക്കെ അതുകൊണ്ട് ഉൾക്കൊള്ളാൻ ആദ്യം കഴിഞ്ഞില്ല. പക്ഷേ സിസ്റ്റർ ലൂമിന വളരെ ആ ഉറച്ച തീരുമാനത്തിൽ നിന്നതായിട്ടൊക്കെ ഞാൻ വളരെ ചെറുപ്പമാണ് എങ്കിലും ഞാനിപ്പോഴും അത് ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ കടന്നു വന്നിട്ടുള്ള നമ്മുടെ ഇടവകയിൽ നിന്നും വീണ്ടും 15 സന്യസ്തര് ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം അവരവരുടെ മേഖലകളിൽ വളരെ ശക്തമായ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. അതുപോലെ തന്നെ പൗരോഹിത്യ ദൈവവിളികളും ധാരാളം നമ്മുടെ ഇടവകയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് നമ്മുടെ സിസ്റ്ററിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ സന്യസ്തര് അവരുടെ ജീവിതം ഒരു ബലിയാണ്, ക്രിസ്തുവിൻ്റെ ബലിയോട് ചേർത്തുകൊണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് പറഞ്ഞതുപോലെ കൂടുതൽ പൂർണ്ണരാകുന്നതിന് വേണ്ടിയിട്ടാണ് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ഈ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പോരായ്മകളുണ്ടാകാം, കുറവുകളുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കുടുംബജീവിതം നയിക്കുന്നവരെക്കാളും ഒക്കെ ഒരുപാട് ത്യാഗവും ബലിയർപ്പണവും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നുണ്ട്. അവർ പുരോഹിതരായാലും സന്യസ്തരായാലും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ, അവരെ ഇകഴ്ത്തി കാണിക്കുക, അവരെ തേജോധനം ചെയ്യാനുള്ള ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പോലും നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ളവർ പോലും അവരെ ഉൾക്കൊള്ളാതെ അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നിട്ട് നിർത്തുന്ന സാഹചര്യങ്ങൾ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സിസ്റ്റർ ലെറ്റീഷ്യ ആ ബദനി സന്യാസ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്ത സേവനങ്ങൾ, നമ്മുടെ ഇടവഹിച്ചു തന്ന മാതൃകകൾ, അതെല്ലാം നമ്മളെ ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ ഇടവകയിൽ നിന്ന് ഇപ്പോൾ ദൈവവിളികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ വളരെ കൂലങ്കഷമായി പ്രാർത്ഥനയോടുകൂടി നാം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. ദൈവവിളികൾ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ പുത്തൂരിടവക എന്ന് പറഞ്ഞ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുമായിരുന്നു, സന്യസ്തരായ സിസ്റ്റേഴ്സും വൈദികരും പുരോഹിതന്മാരും ഒക്കെ ഒരുപാട് നമ്മുടെ ഇടവകയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിനൊരു മാറ്റം വന്നു. അത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി, അത് ഒരുപാട് കാരണങ്ങളുണ്ടാകാം, കാലാനുസൃതമായ ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ടാകാം. പക്ഷെ അതിനെല്ലാം നമുക്കൊരു മാറ്റം വരണം.
നമ്മുടെ സഭയ്ക്ക് ഇനിയും നമ്മുടെ ഇടവകയിൽ നിന്നും സന്യസ്തരെയും വൈദികരെയും ഒക്കെ നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തരുണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിലും ഇടവകയുടെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ബഹുമാനപ്പെട്ട സിസ്റ്റർ ലറ്റീഷ്യയോടുള്ള ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. നമുക്ക് സിസ്റ്ററിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം, ശ്രമിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകുന്നതിനും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.